ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ വർഷത്തെ 2026-27 കാലഘട്ടത്തിൽ നടക്കുന്ന USS പരീക്ഷയ്ക്കുള്ള പഠനം വളരെ നേരത്തെ തന്നെ തുടങ്ങാം. ഓണം എക്സാമിന് ശേഷമായിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ട, നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. ഓക്കെ ആണല്ലോ? എല്ലാവരും സെറ്റല്ലേ? നമുക്ക് ഈ ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് കൂടുതൽ നോട്ട്സുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ലഭിക്കണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അതേപോലെ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഗ്രൂപ്പ് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം പഠനത്തിലേക്ക് പോകാം. ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി ടുവേർഡ്സ് എ 100-fold yield എന്ന ചാപ്റ്ററിലെ വളരെ കുറച്ച് ചോദ്യങ്ങൾ, 7ഓളം ചോദ്യങ്ങൾ മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും അതുമായി കണക്ട് ചെയ്തിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ക്ലാസ്സുകൾ ലാൻഡ്സ്കേപ്പ് മോഡൽ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. കായിക പ്രജനനം എന്ന് അറിയപ്പെടുന്നത് ഏത് രീതിയിൽ പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് അറിയപ്പെടുന്ന പേരാണ് കായിക പ്രജനനം. The formation of new saplings from the vegetative parts like root, stem, leaf and underground stem is called vegetative propagation. ഇപ്പോൾ സെറ്റായല്ലോ. എന്താണ് കായിക പ്രജനനം? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ഏത് വഴിയാണ്, അല്ലെ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയെ അറിയപ്പെടുന്നത് എന്താണ്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കായിക പ്രജനനം അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമുക്ക് കുറച്ച് സസ്യങ്ങളുടെ പേര് പഠിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന കുറച്ച് സസ്യങ്ങളുടെ പേര് പഠിച്ചു വെക്കാം. കായിക പ്രജനനം വഴി നടത്തുന്ന അതായത് പ്രത്യുൽപാദനം നടത്തുന്ന സസ്യങ്ങളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരുത്തി, റോസ്, ഇലമുളച്ചി, നിലപ്പന, ഇഞ്ചി, മഞ്ഞൾ, വേപ്പ്, ശീമപ്ലാവ്. പേരൊക്കെ ഓർമ്മ വേണേ മക്കളെ എഴുതിയെടുത്ത് പഠിക്കുക. മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരുത്തി, റോസ്, ഇലമുളച്ചി, നിലപ്പന, ഇഞ്ചി, മഞ്ഞൾ, വേപ്പ്, ശീമപ്ലാവ് ഇവയെല്ലാം കായിക പ്രജനനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് കായിക പ്രജനനം എന്നും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു ഏതൊക്കെ സസ്യങ്ങളാണ് അതിന് നമ്മൾ ഉദാഹരണങ്ങളായിട്ട് എടുത്തത്. ആ സസ്യങ്ങളുടെ പേരും എഴുതിയെടുത്ത് പഠിക്കുക. 1 മാർക്ക് ഇവിടെ ഉറപ്പാണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രാഫ്റ്റിംഗിൽ ഒട്ടിക്കുന്ന കമ്പിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സയൺ അഥവാ ഒട്ടുകമ്പ്. ഗ്രാഫ്റ്റിംഗിൽ ഒട്ടിക്കുന്ന കമ്പിനെ അറിയപ്പെടുന്ന പേരാണ് സയൺ അഥവാ. ഇവിടെ ഒരു ചോദ്യം ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയി. എന്താണ് ഗ്രാഫ്റ്റിംഗ്? എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന ചോദ്യം ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്താണ് കമ്പൊട്ടിക്കൽ? വാട്ട് ഈസ് ഗ്രാഫ്റ്റിംഗ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണ് കമ്പൊട്ടിക്കൽ. അതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത്. പക്ഷെ അത് എന്താണ്? അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിലാണ് ഒട്ടിച്ചു ചേർക്കുന്നത്. ഒന്നുകൂടെ പറയാം. കമ്പൊട്ടിക്കൽ എന്നാൽ എന്ത്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണ് കമ്പൊട്ടിക്കൽ. Grafting is a method of production of saplings by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. അഥവാ
ഒരേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണ് കമ്പൊട്ടിക്കൽ. ഓക്കെ, അവിടെ സെറ്റായാലോ? കമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം. കമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക്. അപ്പോൾ നമ്മളിവിടെ കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ കമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ വിളിക്കുന്ന പേരാണ് മൂലകാണ്ഡം അഥവാ സ്റ്റോക്ക് എന്ന് പഠിച്ചു. നെക്സ്റ്റ് അതിൽ തന്നെ ഒരു പോയിന്റ്, കമ്പൊട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചെടിയുടെ കൊമ്പിനെ വിളിക്കുന്ന പേര്, അതായത് നമ്മൾ കൊമ്പ് ചേർക്കുന്നില്ലേ, ആ കൊമ്പിനെ വിളിക്കുന്ന പേരെന്താണ്? സയൺ അഥവാ ഒട്ടുകമ്പ്. ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സയൺ. ഓക്കെ അല്ലെ? ആ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും എല്ലാം സെറ്റായല്ലോ. പറയുന്ന ഭാഗങ്ങൾ മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എന്തായാലും പഠിക്കണം. കമ്പൊട്ടിക്കൽ പ്രക്രിയ, അതായത് പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റിംഗ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിക്കണം. കാരണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും. അതിന് നോട്ട്സ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അവിടെ വേറൊരു കാര്യം പഠിക്കാനുണ്ട്. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാകുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഈ ചോദ്യത്തിന് ഉത്തരം മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. പറയാം. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് അഥവാ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുറഞ്ഞ പരിചരണം മതിയാകും. അതായത് പ്രതിരോധശേഷി, അതായത് രോഗങ്ങളോട് പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കൂടുതലായിരിക്കും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും എന്നതും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. ഇംപ്രൂവ്ഡ് ഈൽഡ്. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കുറഞ്ഞ പരിചരണം മതിയാകും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഇവയെല്ലാം കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാകുന്ന തൈയിൻ്റെ പ്രത്യേകതകളാണ്. നെക്സ്റ്റ്, ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബഡ്ഡിംഗ്. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? ബഡ്ഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ അറിയപ്പെടുന്ന പേരെന്താണ്? വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ. എന്താണ് വർഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ ആണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. അപ്പോൾ വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് സെറ്റായല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയെ സങ്കര ഇനം വിത്തുകൾ എന്ന്, ഹൈബ്രിഡ് സീഡ്സ് എന്നറിയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ഗുണമേന്മയുള്ള വിത്തുകളാണ്. നമുക്ക് കുറച്ച് സങ്കര ഇനം വിത്തുകളെ കുറിച്ച് പഠിക്കാം. മുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഉജ്ജ്വല, ജ്വാലാമുഖി എന്നിവ മുളകിന്റെ സങ്കര ഇനം വിത്തുകളാണ്. പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നിങ്ങൾക്ക് കൂടുതൽ സങ്കര ഇനം വിത്തുകളുടെ പേരുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. മുളകിൻ്റെത് ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിന്റെ സങ്കര ഇനം വിത്തുകളാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെത് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഇവയെല്ലാം
തെങ്ങിന്റെ സങ്കരയിനം വിത്തുകളാണ്. വെണ്ടയുടെ സങ്കരയിനം വിത്തുകൾക്ക് ഉദാഹരണമാണ് സൽകീർത്തി, കിരൺ. സൽകീർത്തിയും കിരണും വെണ്ടയുടെ സങ്കരയിനം വിത്തുകളാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്കുള്ള ഉദാഹരണം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കായിക പ്രജനനം വഴി ഉള്ള സസ്യങ്ങൾക്ക് ഉള്ള ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചെമ്പരത്തി, ഇലമുളച്ചി, വേപ്പ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനം വഴിയുള്ളതാണ് നെല്ല്, തെങ്ങ്, ചീര, മത്തൻ, ഓറഞ്ച്, പ്ലാവ്, പാവൽ, കശുമാവ്, പയർ, കുമ്പളം. ഇവയെല്ലാം ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ തരം സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് പതിവെക്കൽ അഥവാ ലെയറിംഗ്. ലെയറിംഗ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. വാട്ട് ഈസ് ലെയറിംഗ്? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് the stem of a mother plant after generating roots from it. ഇതാണ് ലെയറിംഗ് എന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക. പതിവെക്കൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണം. ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട. ഇവയെല്ലാം ലെയറിംഗ് വഴി പ്രത്യുൽപാദനം നടത്താൻ ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ്. പതിവെക്കൽ ഫലപ്രദമായ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, സപ്പോട്ട, കശുമാവ്. ഇവയെല്ലാം. അടുത്ത ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള വള്ളികൾ മണ്ണിനടിയിലേക്ക് വളച്ചുവെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് നാഗപതിവെക്കൽ. ഒന്നുകൂടെ പറയാം. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള വള്ളികൾ മണ്ണിനടിയിലേക്ക് വളച്ചുവെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് നാഗപതിവെക്കൽ അഥവാ സർപ്പന്റൈൻ ലെയറിംഗ്. In plants like pepper, layering can be done by bending the long branches into the soil and covering the branches with soil at intervals. In this way, multiple saplings can be produced simultaneously from a single branch. ഓക്കെ, അപ്പോൾ നാഗപതിവെക്കലും സെറ്റായ. അപ്പോൾ വിവിധ രീതിയിൽ പതിവെക്കുന്ന കുറച്ച് സസ്യങ്ങളെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത്തരം എക്സാമ്പിൾസ് മക്കൾ എന്തായാലും എഴുതി വെച്ച് പഠിക്കണം. കാരണം നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് നോട്ട് എഴുതി വെക്കണമെന്ന് പറയുന്നത്. അത് എഴുതി വെച്ച് തന്നെ പഠിച്ചേ തീരൂ. ഓക്കെ, വായുവിൽ പതിവെക്കുന്ന അല്ലെങ്കിൽ എയർ ലെയറിംഗ് ചെയ്യുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇവയെല്ലാം എയർ ലെയറിങ്ങിന് അഥവാ വായുവിൽ പതിവെക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം ഇവയെല്ലാം വായുവിൽ പതിവെക്കുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ആണെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. മാറിപ്പോകരുത്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. നാഗപതിവെക്കൽ സർപ്പന്റൈൻ ലെയറിംഗ്. ഇതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില ഇവയെല്ലാം നാഗപതിവെക്കൽ അഥവാ സർപ്പന്റൈൻ ലെയറിങ്ങിന് ഉദാഹരണങ്ങളാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അതുകൊണ്ടാണ് എഴുതി വെച്ച് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ 7 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. 15 മിനിറ്റോളമായി 7 ചോദ്യങ്ങൾക്ക് ഇത്രയും സമയം എന്തിന് എന്ന് ചോദിക്കും. പക്ഷെ മക്കൾ എല്ലാവരും ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവുമ്പോഴേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക്, എഴുതി വെക്കുന്ന മക്കൾക്ക് ഈ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നമുക്കവിടെ നോട്ട്സുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ലഭിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് ഈ ചാപ്റ്ററിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് നൽകും. ബാക്കിയെല്ലാം നോട്ട്സിലൂടെ നൽകാം. ഓക്കെ, ബൈ, സീ യു സൂൺ.